ഓണവില്ലും സിറ്റി വിഷനും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തോപ്രാംകുടിക്കാരനായ ശ്രീ സന്തോഷ് ജോസാണ്. അദ്ദേഹം പെരുമ്പാവൂര് ചൂള ഇൻഡസ്ട്രീസ് നടത്തുകയാണ്. അദ്ദേഹത്തെ നമ്മൾ സ്നേഹപൂർവ്വം സിറ്റി വിഷനിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ സന്തോഷ് തോപ്രാംകുടി എന്ന സ്ഥലത്തു നിന്നാണല്ലോ പെരുമ്പാവൂര് പോയി ഈ ഇൻഡസ്ട്രി തുടങ്ങിയിരിക്കുന്നത്. അതെ അതെ. ആ ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യാനുള്ള അതിൻ്റെ ഒരു അതുണ്ടാക്കിയാൽ ചിലവാകും, അപ്പോൾ ആ ഇൻഡസ്ട്രി നല്ലതാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കൽ ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു ബന്ധു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒത്തിരി പ്രായമായ രണ്ടുപേരുണ്ടായിരുന്നു. അതിലെ ആൾ കിടപ്പിലായിരുന്നു. അപ്പോൾ ഈ അമ്മ അവരുപയോഗിക്കുന്ന ഡയപ്പർ കത്തിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടു. ഒരു ദിവസം ഞാൻ കണ്ടു. അന്ന് തന്നെ ഞാൻ ആലോചിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന്. എന്നിട്ട് ഞാൻ പുറത്ത് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരു VP ഒക്കെ മേടിച്ച് ഇച്ചിരി സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടെ കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന ഡയപ്പർ എല്ലാം കൂടെ പറഞ്ഞ നേരം കൊണ്ട് കത്തിച്ചു കളഞ്ഞു. അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടു. അപ്പോൾ ഞാൻ എന്നിട്ട് അതിനെപ്പറ്റി പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നീട് ഒരിക്കൽ ചിന്തിച്ച് പറഞ്ഞാൽ എൻ്റെ ഇളയ പെങ്ങളുടെ അമ്മ ഇങ്ങനെ കിടപ്പായപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോൾ അവിടെ ഹോം നേഴ്സുമാരൊക്കെ ഉണ്ടായി. അവരിതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ തന്നെ ചെയ്തു. ഒരു വീപ്പ പുറത്ത് പോയിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ നാട്ടിൽ ഇങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ എന്നാൽ ഇത് നമ്മുടെ തൊഴിലാക്കി എടുത്താലോ, അതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്നാലോചിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ പെരുമ്പാവൂര് ഒരു വർക്ക്ഷോപ്പ് എടുത്തു. അത് ചെയ്ത് നോക്കി, നല്ല വിജയമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ വർക്ക്ഷോപ്പൊക്കെ എടുത്തു, ആളെ കൂട്ടി. ഈ ഒരു സംഭവം കേട്ട് കാണുമല്ലോ, ചൂള. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള പ്രായമായവരല്ലേ, കുഞ്ഞുമക്കൾ, അവരുടെയൊക്കെ ഡയപ്പറുകൾ, അതുപോലെ വീട്ടിലുള്ള മറ്റു വേസ്റ്റുകൾ, ഇതൊക്കെ കത്തിച്ച് കളയാൻ ഒരു ചൂള കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അല്ല, കണ്ടുപിടിച്ചെന്നല്ലാതെ പുള്ളി നടത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന വീടുകൾ തോറും ഈ വേസ്റ്റുകൾ പെറുക്കിക്കൊണ്ട് പോവുകയും നമ്മൾ അവർക്ക് 50 രൂപ അതിന് കൂലിയായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടൊരവസ്ഥ വന്ന് ചേർന്നിരിക്കുക. അതിനൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇത് കൂട്ടൊരു സാധനം നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അത് മൊത്തം നമുക്ക് കത്തിച്ച് നശിപ്പിച്ച് കളയാം എന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ സന്തോഷം? അങ്ങനെ മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കാതെ വിജയമായിരുന്നു. കാരണം ഞങ്ങൾ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നു, നല്ല ഉത്തരവാദിത്തോടെ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഓറ് തേക്കാൻ പോലും വരുന്നില്ലാത്ത അവസ്ഥ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഈ രംഗത്ത് ഒത്തിരി പേരുണ്ട്, പക്ഷേ ഈ രംഗത്ത് മറ്റുള്ളവരെ പോലെ അല്ല ഞങ്ങളുടെ ഒരു വിജിറ്റുണ്ട്, വെറൈറ്റി ഉണ്ട്, അതൊക്കെ ശരി. അത്ര ഓർമ്മ അങ്ങനെ നന്നായിട്ട് പോകുന്ന സ്ഥാപനമായത്. പിന്നെ നമുക്കിവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഓട്ടം തീരെയില്ല. ഇടുക്കിയിലാണ് തീരെ കുറവ്, ഈ ഗ്രാമപ്രദേശങ്ങളിലില്ല. അതിൻ്റെ കാരണം എല്ലാവർക്കും ഭൂമിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ മാലിന്യത്തെ പറ്റി വലിയ ബോധവാന്മാരല്ല. അത് ഈ ചെറിയ ഫ്ലാറ്റുകൾ, വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരോ, അപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീടുകളുണ്ടെങ്കിൽ, അത് മറ്റു വേസ്റ്റുകൾ നശിപ്പിച്ച് കളയാൻ പറ്റാതെ വരുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ചൂള ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് മുരിക്കാശ്ശേരിയിലും രായക്കാടും ഒന്നും പോയിട്ടില്ലെന്നുള്ളതല്ല, പോകുന്നുണ്ട്, കുറച്ച് പോകുന്നുള്ളൂ. ഓക്കെ, ഇത് നല്ല പ്രോഡക്റ്റാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരു ഓണക്കാലമൊക്കെ വളരെ സന്തോഷകരമായിട്ട് പോയിരുന്നോ, അതോ പഴയ ഓണക്കാലം എങ്ങനെ? ചെറുപ്പത്തിലെ ഓണമല്ലേ ഓണം. ഇപ്പം എന്താ ഓണം? ഓണത്തിൻ്റെ ഒന്ന് പക്ഷേ പലപ്പോഴും നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമായതുകൊണ്ട് ഓണത്തിന് വേണ്ടി ഓണക്കളികളുമായിട്ട് നടക്കും. വൈകുന്നേരം വിശന്ന് വലഞ്ഞായിരിക്കും കയറി. അങ്ങനത്തെ ഓണങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും. ചൊവ്വിനിരുന്ന് ഓണം എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സിന് മേലെ ആയിരിക്കും. അതുവരെ കളിയായിട്ട് നടക്കുമ്പോൾ അന്ന് അലഞ്ഞു കിടക്കുമല്ലോ ഓണത്തിന്. അന്നൊക്കെ കിളികളിയുണ്ട്, വട്ടുകളിയുണ്ട്, പന്തുകളിയുണ്ട്, കബഡി കളി, ഊഞ്ഞാലാട്ടം, വടംവലി, പിള്ളേരെല്ലാം കൂടെ കൂടി ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറി ചെല്ലുന്ന മിക്കവാറും അവരെല്ലാം ഓണവും കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് കേൾക്കുന്ന സമയത്തായിരിക്കും പിള്ളേർ കളികളിൽ കഴിഞ്ഞ്. കാരണം അന്ന് തോപ്രാംകുടി പള്ളിയിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, തോപ്രാംകുടി പള്ളിയിൽ ഈ ഓണാഘോഷങ്ങൾ നടക്കുന്നത് ഓണത്തിൻ്റെ അന്നൊക്കെ ആയിരിക്കും. അന്നാണ് ഈ കിളിത്തട്ട് കളിയും കബഡി കളിയും സർവ്വ കളികളും ഉള്ളത്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും 3-4 മണിയാവും. അതും കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് രസമാണ് ആ കാലം. അതൊക്കെ ഒരു നല്ല കാലം. മാവേലി നാടുവാണിരുന്ന കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടത് നമ്മുടെ ചെറുപ്പകാലമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ എന്താ, ഏതെങ്കിലുമൊക്കെ TV-യുടെ മുമ്പിൽ ഒന്നുകിൽ, അല്ലെങ്കിൽ ഫോണും തോണ്ടി, അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ പിന്നെ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 20 വയസ്സിനപ്പുറത്തേക്ക് ഒരു 10 കൊല്ലമെങ്കിലും എൻ്റെ ഓണം എവിടെയായിരുന്നറിയോ? അവിടെ കല്ലുവട്ടം എന്ന് പറഞ്ഞൊരു വീട്ടുകാരുണ്ടായിരുന്നു. കല്ലുവട്ടം കുഞ്ഞേട്ടൻ, ബിജു, അവരൊക്കെ ഉണ്ട്, കുറച്ചുണ്ട്. അവിടെ
ഞങ്ങൾക്ക് ആ വീട്ടുകാർ അവിടെ അടുത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അവിടെയായിരുന്നു ഓണം. അവിടെ എല്ലാ ഓണത്തിനും അവിടെ പോയി ഉണ്ണണമായിരുന്നു. അതായിരുന്നു അവിടുത്തെ നിയമം. ഞങ്ങൾ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു. അതങ്ങനെ ഒരു കാലം. പിന്നെ ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മകൾ? നല്ല ഓർമ്മകൾ. പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഓണം നല്ലതല്ലായിരുന്നോ? അതിനൊക്കെ അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കിങ്ങനെ ഈ പഴയ ഓരോ സ്മരണകൾ ഇങ്ങനെ വെക്കുമ്പോഴാവും എത്ര നല്ല കാര്യങ്ങളായിരുന്നു അതൊക്കെ. തോപ്രാങ്കുടിയിൽ അന്ന് നമ്മളെല്ലാം ഓണം എന്ന് പറയുന്നത്, പിന്നെ അന്നത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തേക്കാൾ വലുത് ഓണ അവധിയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഓണാഘോഷങ്ങളും വലുതാണ്. അപ്പോൾ ഊഞ്ഞാല് കെട്ടാം, ആടാം, എന്തൊക്കെയായിരുന്നു സന്തോഷങ്ങൾ. ഈ ചൂള ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയവും ആയിട്ട് എങ്ങനെ സഹകരിച്ചു പോകും? അത് എൻ്റെ വ്യവസായവും ഈ നാട്ടിലെ രാഷ്ട്രീയം കൂടെയല്ലേ ഉദ്ദേശിച്ചത്. ഈ ഞാൻ പെരുമ്പാവൂർ തിരഞ്ഞെടുക്കാൻ തന്നെയുള്ളൊരു കാരണം വ്യവസായത്തിന് നല്ല അന്തരീക്ഷമാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, ഒരു ഉപദ്രവവും ഇല്ല, വളരെ നല്ല ആൾക്കാർ. കാരണം ആ വ്യവസായ അന്തരീക്ഷമുള്ളതിൻ്റെ പേരിലാണ്. മറിച്ചെന്നാൽ എനിക്ക് നാട്ടിലെ ഭരണത്തെ പറ്റി ഒന്നും പറയാനില്ല. കാരണം തോന്നരുത് 33 കൊല്ലം ചെങ്കൊടി പിടിച്ച കളയാൻ, പിന്നെ വേറെ കൊടി പിടിച്ചിട്ടും ഇല്ല. കുറേ വേണേൽ കട്ട് ചെയ്തോട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, ഇനി പിടിക്കത്തുമില്ല. അത് കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ അല്ല, അത് കുഴപ്പമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ മനോധർമ്മമല്ലേ. നമ്മുടെ അനുസരിച്ച് നമ്മൾ ഇന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു, അല്ലെ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല. കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ സണ്ണി പൈപ്പള്ളി പറഞ്ഞത് 30 വർഷക്കാലമായിട്ട് പുള്ളി ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നില്ല. മറിച്ച് രാഷ്ട്രീയം പുള്ളിയുടെ ഉള്ളിലുണ്ട്, അത് ഉള്ളിലുള്ളതാണ്. അതൊരു പ്രവർത്തനത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ അല്ല എന്നാ പറയുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെ രാജ്യസേവനമല്ല, രാജ്യസ്നേഹമല്ല, മറിച്ച് സ്വാർത്ഥത, സ്വന്തമായിട്ടുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. അത് വെച്ച് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഞാൻ ഒരു 5 കൊല്ലമൊക്കെ മുമ്പ് വരെ ചെങ്കുടി മാത്രം പിടിച്ച ആളാണ്. പിന്നെ അതിന് ഒഴിവിട്ടേച്ച് ഒന്നും എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അപ്പോൾ അറിയാലോ, ഒരു നിരാശ, ഓരോ പാർട്ടി പ്രവർത്തനം ഉണ്ടാകുന്ന ഒരു നിരാശയാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്. CPM പ്രവർത്തകരുടെ കാര്യം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റുള്ളവരെ എനിക്കറിയില്ല. ഈ തുടർന്ന് വന്ന ഓരോ മനുഷ്യന്റെയും ജീവിതം വെല്ലുവിളിയാണ്. വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ പടവുകളും കടന്നു പോകുന്നത്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഒരു വെല്ലുവിളി ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നു. ഏതാണെന്ന് പറയാൻ പറ്റും? പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം പണികളെടുത്തിട്ടുള്ള ആൾ ഞാനായിരിക്കും. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഓരോരോ പണികൾ, അന്നും അത് കുടിക്കുന്ന അറിയില്ലല്ലോ. അങ്ങനെ ആയിരിക്കും. വെല്ലുവിളികൾ അങ്ങനെ പറയാനൊന്നുമില്ല. എന്നും ജീവിതം വെല്ലുവിളി നിറഞ്ഞു തന്നെ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം ഒത്തിരി പണികൾ ചെയ്തു തന്നു. അങ്ങനെ വായനയിൽ നിന്ന് കിട്ടിയതാണോ? അതെ, കിട്ടിയത്. പുള്ളി അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയില്ല. പുള്ളിയുടെ മരണശേഷം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടുത്തെ മംഗോസ്റ്റുമാരുടെ ചുവട്ടിലിരുന്നിട്ടുണ്ട്. അതിന് മുമ്പേ പുള്ളിയുടെ ഒത്തിരി പുസ്തകം ഉണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ അറിവാ. അപ്പോൾ ഒരു പുതിയ അറിവിലേക്ക്, അതായത് ഒരു എഴുത്തുകാരനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ബാല്യകാല സഖി വായിച്ചാലും അറിയാത്ത കണ്ണുകളുണ്ടോ? അതെ, ശരിയാണ്. പിന്നെയുണ്ട് OV വിജയൻ, ഒത്തിരി നല്ല എഴുത്തുകാരനായിരുന്നു. പിന്നെ MD നല്ല എഴുത്തുകാരനാണ്. അങ്ങനെയൊക്കെ എല്ലാം നല്ല എന്ന് പറയാം. അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഒത്തിരി അനേക കാലങ്ങൾ നിലനിൽക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാരായി ഇവരൊക്കെ. അത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമായിരുന്നു, വായിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ഫോണ് ഒക്കെ വന്നതിന് ശേഷം വളരെയേറെ പേർ വായന വളരെ പുറകോട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒത്തിരി മാറി. വരുന്നതിന് മുമ്പ് തന്നെ ഈ മാറ്റം എവിടെയോ കണ്ടു തുടങ്ങിയിരുന്നു. അതായത് 20 വർഷം മുമ്പ് തന്നെ വായന തീരെ കുറഞ്ഞിരുന്നു ജനങ്ങളുടെ ഇടയ്ക്ക്. സോഷ്യൽ മീഡിയ വന്നിട്ട് 15 കൊല്ലം നമുക്ക് വേണേൽ കൂട്ടാം, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് 10 കൊല്ലം കൂട്ടാം. അതിനു മുമ്പേ വായന കുറഞ്ഞിരുന്നു. ഇപ്പോൾ വായന തീരെ ഇല്ലായിരുന്നു. ഞാനും അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് വായന തീരെ ഇല്ലാതെ പോയി എന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ രസിപ്പിച്ച്, അതായത് ഒരു പ്രായത്തിൻ്റെ അവസ്ഥയിൽ രസിപ്പിച്ച് നമ്മൾ വായിച്ചിട്ടുള്ളത് ടാർസൻ വായിച്ചിട്ടുണ്ടാവും. എഡ്ഗർ റൈസ് ബറോസിന്റെ ടാർസൻ. ഒരു പേജ് മറിച്ച് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് പേജ് തീരുന്ന വരെ ഏതാണ്ട് 1000-ഓളം പേജുണ്ട്, ഒന്നാം ഭാഗം. അത് വായിച്ച് ആദ്യം തുടങ്ങി അവസാനം വരെ തീരുന്ന വരെ നമുക്ക് നിലത്ത് വെക്കാൻ തോന്നത്തില്ല. ശരിയല്ല?
അത് കൂട്ടൊരു നോവല് നേര് പറഞ്ഞാല് മനുഷ്യനെ ഇരുത്തി അങ്ങനെ ആ ഒരു പ്രായത്തിൽ ഇരുത്തി പോകുന്ന ഒരു നോവല് പിന്നീട് ഉണ്ടായിട്ടില്ല. ഉണ്ടായി ഇപ്പോഴുണ്ടാവുമായിരിക്കും, പക്ഷെ ഇപ്പൊ ഗെയിംസ് ഒക്കെയാണ് കൂടുതലും അല്ലേ? അതെ, അല്ല അതൊക്കെ എന്തുവല്ല പുസ്തകങ്ങളായിരുന്നു. അപ്പോ ആ പേര് കെർച്ചാക്ക് വംശത്തിൽപ്പെട്ട കുരങ്ങിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ, ഇല്ലേ? അതൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ആ അടുത്തിരുന്ന് കണ്ടറിയുന്നത് പോലെയാണ് അദ്ദേഹം എഴുതി വെച്ചത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ജീവിക്കായി പുസ്തകം വായിച്ചറിയുക മാത്രമല്ല, നമ്മൾ അതിലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആ അദ്ദേഹം പറയുന്ന ആ മേഖലകളിൽ കൂടെയൊക്കെ, ആ കാടുകളിൽ ആ കുരങ്ങിന്റെ കൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. അതെ അതെ, അത്ര മനോഹരമായിട്ടായിരുന്നു എഴുതിയത്. ശരി, നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പോയി അതിലൊന്നാവും നമ്മളും. അതെ, അങ്ങനെ ആവുകയാണെങ്കിൽ നാളെ ഒരു അവസരം കിട്ടിയ ആരാധന മാത്തുക്കുട്ടിക്ക് ആഗ്രഹം ടാർസൻ തന്നെയാണോ? എനിക്ക് ടാർസൻ ആകണമെന്ന് ആഗ്രഹമില്ല. ഇപ്പൊ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓ നന്നായി, സംതൃപ്തനാണ്. അത് തീർച്ചയായിട്ടും. പിന്നെ ഇനി നമ്മൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഈ ഇൻഡസ്ട്രി ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരാജയ ഭീതി ഉണ്ടായിരുന്നു? ആദ്യം ഒരു 3 മാസത്തേക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അന്ന് ഞാൻ പെരുമ്പാവൂരിലുള്ള ഒരു 50 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് വെച്ചു. അവിടെയൊക്കെ ഒരു ഓട്ടോയിൽ ഇത് പറഞ്ഞ് വെച്ചുകൊണ്ട് ആൾക്കാരെ അങ്ങനെ കാണിച്ചു. വേണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ അസോസിയേഷനിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും നടന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു പ്രകാശൻ എന്ന് പറഞ്ഞ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, നല്ല മിടുക്കൻ സമർത്ഥനമായിരുന്നു. അവൻ കുറേ കാശുകളും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോൾ ഞാൻ അവനോട് വിളിച്ചിരുത്തി കാപ്പി കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമിച്ചു വിട്ടു. അവൻ ഇതേ സ്ഥാപനം ഇങ്ങനെ തന്നെ തുടങ്ങി. ഇങ്ങനെ എപ്പോഴും കേട്ടു അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നുള്ളത്. എന്നാലും എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഇത് കൂട്ട് പുതിയ സംരംഭം തുടങ്ങാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരോട് എന്തെങ്കിലും ഒരു നിർദ്ദേശം വെക്കാറുണ്ടോ? എനിക്ക് അതിനുള്ള പ്രായം പരിചയമില്ല. അങ്ങനെയല്ല, ഇതുപോലെ ഒറ്റവാക്കി പറയുവാണെങ്കിൽ ഇത്രേ പറയുള്ളൂ, ഇത്രയും ചെറുതായിട്ട് തുടങ്ങും, വീഴില്ല. കാരണം കടമെടുത്ത് ഒത്തിരി കളികൾ കളിച്ച് വീണ് പോയാണ് ഞാൻ. അപ്പോൾ കടമെടുക്കാതെ നമ്മുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞായിട്ട് തുടങ്ങിയാൽ മതി, ചെറുതായി തുടങ്ങുക, എന്നിട്ട് പയ്യെ സമയം പോലെ വളരുക. അല്ലാണ്ട് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബാങ്ക് ലോൺ എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും അഭിപ്രായമില്ല. പച്ച പിടിച്ചതിന് ശേഷം അല്ലെ ഓടുന്ന് കണ്ടാൽ മാത്രമേ ബാങ്ക് ലോണിൻ്റെ ആവശ്യമുള്ളൂ, അതേ ഉള്ളൂ. അപ്പോൾ ഒരു അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണം? നല്ല ഓണം, നല്ല കാലം. നല്ല ഓണം, വന്നോണം, ഇരുന്നോണം, തിന്നോണം, സന്തോഷിച്ചോണം അല്ലേ? അത്ര ഒരു നല്ല ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്